നമസ്കാരം, എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ആരംഭിക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന സങ്കടമുള്ളൊരു വാർത്തയുമായിട്ടാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം. കൊച്ചിയിൽ ഒരു വാഹനാപകടം, ലോറി അത് മെട്രോ ട്രെയിനിൻ്റെ തൂണിലിടിച്ച് 2 പേർ മരിച്ചു. അത് ആന്ധ്ര സ്വദേശികളാണ്. ഒപ്പം അമേരിക്കയിൽ ഈ ക്യാമ്പസുകളിൽ അവിടെ പലസ്തീൻ അനുകൂല വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് വിദ്യാർത്ഥി പ്രക്ഷോഭം, അത് പോലീസ് കടുത്ത നടപടികളെടുക്കുന്നു, ഒരുപാട് പേരെ തുറങ്കലിലടയ്ക്കുന്നു. അപ്പോൾ അതേ തുടർന്ന് പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമായി വരികയാണ് അമേരിക്കയിൽ. ഒപ്പം തന്നെ കേരളത്തിലെ വിവിധ വാർത്തകൾ, രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ചേർത്തുകൊണ്ടാണ് മോർണിംഗ് വൈബ്സ് ആരംഭിക്കുന്നത്. നമ്മൾ എന്തായാലും നേരെ കൊച്ചിയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. കൊച്ചി അവിടെ ആലുവയിൽ നിയന്ത്രണം വിട്ട ലോറി മെട്രോ തൂണിൽ ഇടിച്ചു കയറിയാണ് ഈ 2 പേരുടെ മരണം ഉണ്ടാക്കിയത്. വലിയൊരു അപകടം. അത് ആന്ധ്രാപ്രദേശിൽ നിന്ന് മത്സ്യമായി വന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 2 പേരും ആന്ധ്ര സ്വദേശികളാണ്. നിയന്ത്രണം തെറ്റി മെട്രോ തൂണിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല വേഗത്തിലായിരുന്നു തോന്നുന്നു. അത്രമാത്രം വലിയൊരു ആഘാതം ആ അപകടത്തിൽ ഐഡിയയിൽ കാണാൻ കഴിയുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ആ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണല്ലോ, കുത്തി നിൽക്കുന്ന പോലെ നിൽക്കുന്നു ആ ട്രക്ക്. എപ്പോഴായിരുന്നു അപകടം? എന്താണ് സംഭവിച്ചത്? എന്തോ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ വേഗതയിൽ വരികയായിരുന്ന ലോറി നേരെ മെട്രോ തൂണിലേക്ക്, മുട്ടം യാർഡ് അവിടെയുള്ള മെട്രോ തൂണിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഇടിയുടെ ആഘാതം, വലിയ ശബ്ദം കേട്ടാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. അപ്പോൾ മറ്റ് വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാർ, വാഹനം ഓടിച്ചിരുന്നവർ ഉറങ്ങിപ്പോയി എന്നതാണ് പ്രാഥമികമായ ഒരു നിഗമനം. നാട്ടുകാരും അതോടൊപ്പം തന്നെ സംഭവ സ്ഥലത്ത് പെട്ടെന്നെത്തിയ പോലീസും എല്ലാം ചേർന്നാണ് ഈ ലോറിയുടെ മുൻഭാഗം അത് പൂർണ്ണമായും നിശേഷം തകർന്ന രീതിയിലാണ്. അത്രയ്ക്ക് വലിയ ഒരു ഇടിയാണ് വാഹനം കൊണ്ടുചെന്ന് ഇടിച്ചിരിക്കുന്നത്. ആ ആഘാതത്തിൽ പൂർണ്ണമായിട്ട് തന്നെ തകർന്നു. അതിൽ നിന്നാണ് ഇവരെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുക്കുന്നത്. 2 പേരും മരിച്ചിരുന്നു. ആ സമയത്ത് തന്നെ മരിച്ചിരുന്നു. ആന്ധ്ര സ്വദേശികളായ യെല്ലാണ്ടി മല്ലികാർജുന, അതോടൊപ്പം ഷെയ്ഖ് ഹബീബ് ഭാഷ എന്നിവരാണ്. ഈ 2 പേരുമാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാളുടേത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും, മറ്റൊരാളുടേത് ഇവിടെ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. 2 പേരും മൃതദേഹങ്ങൾ ഈ രീതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇവര് തിരിച്ചറിയൽ രേഖകൾ വഴിയാണ് ഇവര് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായത്. ഏതായാലും ഇത് സംബന്ധിച്ച് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു വാഹനങ്ങൾ കുറുകെ പോവുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ പ്രാഥമികമായും മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും, പോലീസ് അന്വേഷണത്തിൽ പ്രാഥമികമായി വിലയിരുത്തുന്നതും ഇവർ ഉറങ്ങിപ്പോകാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. മെട്രോ തൂണിലേക്ക് വന്നിരിക്കുകയായിരുന്നു. മറ്റു വാഹനങ്ങളൊന്നും തന്നെ അപകടത്തിൽപ്പെട്ടതിന്റെയോ ഒന്നും തന്നെ ലക്ഷണങ്ങൾ ചുറ്റുപാടും ഒന്നും തന്നെ ഇല്ല. ഈ ഭാഗത്തേക്ക് സ്വതവേ വാഹനങ്ങൾ വലിയ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. വളരെ പെട്ടെന്ന് കടന്നു പോകുന്നതിന് വേണ്ടിയെല്ലാം തന്നെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പോൾ അങ്ങനെ കടന്നുപോയതാകാം. ഈ സമയവും കൂടി കണക്കെടുത്താണ് പോലീസ് പറയുന്നത്. ഉറങ്ങിപ്പോകാൻ ഉള്ള ഒരു സാധ്യത തന്നെയാണ് കൂടുതലായും ഉള്ളത്. 2 പേരും ആന്ധ്ര സ്വദേശികളായിരുന്നു. ഇവിടേക്ക് ആലപ്പുഴയിലേക്ക് മത്സ്യം കൊണ്ടുവരുന്ന ലോറിയാണ് ഇത്. ഇവര് ഉടമസ്ഥരെ എല്ലാം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടേക്ക് എത്തിക്കാൻ കൊണ്ടുവന്ന വിവരങ്ങൾ ആരുടേതെന്നെല്ലാം തന്നെ ശേഖരിച്ച് അവരുമായിട്ടെല്ലാം തന്നെ ഈ അപകട വിവരം അവർക്കും കൈമാറിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇത് സംഭവിക്കുന്നത്. ഡാനി, വലിയൊരു അപകടം. അതിൽ 2 പേർക്കും ജീവൻ നഷ്ടമാകുന്നു. ഈ മത്സ്യം കയറ്റി വന്ന കണ്ടെയ്നറാണെന്ന് മനസ്സിലായത്, അത് എങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു എന്നുള്ളതിൽ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇത് പതിവായി ഈ മത്സ്യം കയറ്റി വരുന്ന കണ്ടെയ്നർ ആകുമ്പോൾ ഇവർ സ്ഥിരമായി ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന തൊഴിലാളികളുമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വഴി പരിചിതമായിരിക്കും, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എപ്പോൾ പോലും അപകടം എങ്ങനെ നടന്നു എന്നുള്ളതിൽ വ്യക്തത വരണം. ഡാനി, ഇത് എങ്ങോട്ട് പോവുകയായിരുന്നു എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? ഇത് ആലപ്പുഴയിലേക്കായിരുന്നു. ആലപ്പുഴ ചെമ്മീൻ
ചെമ്മീനായിരുന്നു അതിനകത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ചെമ്മീൻ സംസ്കരണ യൂണിറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആന്ധ്രയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ലോഡായിരുന്നു. അത്തരം കാര്യങ്ങൾ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഇവിടേക്ക് വരുന്ന യൂണിറ്റുകളെല്ലാം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ പോലീസ് കരുതുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന പറയുന്നത്, ഉറങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കൂടുതലായും കാണുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു സമയം. അതുകൊണ്ട് ആ ഒരു സമയത്തേക്ക് എത്തിയപ്പോൾ അവരെ ഉറങ്ങിപ്പോകാതാകാമെന്ന് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ റോഡ് ആലുവയിൽ നിന്ന് പൊതുവെ ഈ മുട്ടമയാട് ആ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ സാധാരണഗതിയിൽ തന്നെ തിരക്ക് കുറഞ്ഞ ഒരു ഭാഗമാണ്. ആ ഭാഗത്തേക്ക് വലിയ തിരക്കുണ്ടാവാറില്ല. അപ്പോൾ ഈ പുലർച്ചെയാവുമ്പോൾ ആ റോഡ്, ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ദേശീയപാത, അത് വളരെ സുഗമമായി കടന്നു പോകാം. അതുകൊണ്ട് വലിയ വേഗതയിൽ തന്നെയായിരിക്കും ഈ സമയത്തെല്ലാം തന്നെ വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നത്, എല്ലാം ചെയ്യുന്നത്. അന്യസംസ്ഥാന ലോറികളെല്ലാം വലിയ വേഗതയിൽ ആ സമയത്ത് കടന്നു പോകുന്നതെല്ലാം തന്നെ ഇവിടെ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് നിയന്ത്രണം വിട്ട് ആ രീതിയിലേക്കാണ് വാഹനത്തിന്റെ ഒരു കിടപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുക. വളരെ പെട്ടെന്ന് വന്ന് ഇടിക്കുന്ന പോലെ തന്നെ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഒരു അപകടത്തിൽപ്പെടുന്നതിന്റെയോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള CCTVയുടെ ഒരു പ്രാഥമികമായ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പോലീസ് മനസ്സിലാക്കുന്ന മറ്റൊരു വാഹനമോ അതിനിടയിൽ വന്നിട്ടില്ല. കാര്യങ്ങളൊന്നും ഒരു ക്രോസിങ്ങോ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് അമർത്തുന്ന ഒരു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇത് തന്നെയാവാൻ സാധ്യത എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. നേരെ മെട്രോ പില്ലറിൽ വന്ന് ശക്തമായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതം, അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന്. അത് ആ ട്രക്കിന്റെ മുൻഭാഗം പൂർണ്ണമായി, ഇത് 2 ക്യാബിനുകളായി തിരിക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പോഴത്തെ ട്രക്കിനല്ല. അതുകൊണ്ട് ഈ കണ്ടെയ്നർ അല്ലാതെ മുൻഭാഗം ഡ്രൈവർ ക്യാബിനുള്ള ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അത്രയ്ക്ക് വലിയ രീതിയിൽ തന്നെയായിരുന്നു വാഹനം വന്ന് ഇടിച്ചത്. ശബ്ദം കേട്ടായിരുന്നു ചുറ്റുപാടുമുള്ളവർ ഇവിടേക്ക് വരുന്നത്. ചുറ്റുപാടും പരിസരത്തെല്ലാം ഉണ്ടായിരുന്നവർ വീടുകളിൽ നിന്ന് ഉറക്കം വിട്ട് എഴുന്നേറ്റ് തിരിച്ച് ഇവിടേക്ക് റോഡിലേക്ക് എത്തുന്ന വലിയ രീതിയിലൊരു ശബ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എത്തി ഈ 2 പേരെയും തന്നെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. പക്ഷെ ഏതാണ്ട് അവർ മരിച്ച ഒരവസ്ഥയിലായിരുന്നു എന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ഉള്ളൊരു അവരുടെ ഒരു ആരോഗ്യാവസ്ഥ എന്ന നാട്ടുകാരെ പറയുന്നു. അവിടെ നിന്ന് നീക്കം ചെയ്യുമ്പോൾ തന്നെയും 2 പേരും ഏതാണ്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു എന്നാണ്. അത്രയ്ക്ക് രീതിയുടെ ഒരു ആഘാതം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് അവരെ പുറത്തെടുക്കാനും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും രക്ഷാപ്രവർത്തകർ നാട്ടുകാരെല്ലാവരും വളരെ പെട്ടെന്ന് സംഘടിച്ചെത്തി ആശുപത്രികളിലേക്കെല്ലാം തന്നെ നീക്കുകയും എല്ലാം ചെയ്തു. പക്ഷെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. 2 പേരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ ബന്ധുക്കളെയും അതോടൊപ്പം തന്നെ ഈ കമ്പനികളെയും ഇവിടേക്ക് അയച്ച ആന്ധ്രയിലെയും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെയും എല്ലാം തന്നെ 2 കമ്പനി അവരെയും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ലോറി അപകടത്തിൽപ്പെട്ട വിവരങ്ങൾ, 2 പേർ മരണപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഇവരെയും അറിയിച്ചിട്ടുണ്ട്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൊച്ചി ആലുവയിൽ അവിടെ മുട്ടം യാർഡിന് സമീപത്താണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. ആന്ധ്ര സ്വദേശികളാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്. മത്സ്യം ചെമ്മീൻ കയറ്റി വന്നതാണ് എന്നാണ് ഡാനി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും ആ ലോറിയുടെ മുൻ ക്യാബിൻ പൂർണ്ണമായും തകർന്ന നിലയിൽ ഒരു അതിവേഗത്തിൽ വന്നുള്ള ഒരു ആഘാതത്തിലുള്ള ഇടിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. ആ ദൃശ്യങ്ങളിൽ തന്നെ 2 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. മറ്റു ചില വാർത്തകളിലേക്ക് പോകുമ്പോൾ, പ്രസവശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അണുബാധയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ NS സജികുമാർ ചെയർമാനായിട്ടുള്ള സമിതിയാണ് അന്വേഷിക്കുന്നത്. ഷിബിന മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ആശുപത്രിയിൽ മരിച്ച നവജാത ശിശുവിൻ്റെ മാതാപിതാക്കളും ആശുപത്രി അധികൃതർക്കെതിരെ പരാതിയുമായി എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് മേയർ KSRTC ഡ്രൈവർ തർക്കം അത് പുതിയ തരങ്ങളിലേക്ക് മാറുകയാണ്. KSRTC ബസ്സിലെ DVRനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് കാണാതായത് എങ്ങനെ, ആ അന്വേഷണമാണ് ഇപ്പോൾ വിവാദത്തിലേക്ക് എത്തുന്നത്. മെമ്മറി കാർഡ് കാണാതായത് എങ്ങനെയെന്നതിൽ KSRTC അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
ആരെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും സംരക്ഷിക്കാനാണ് മെമ്മറി കാർഡ് മാറ്റിയത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉന്നയിക്കുന്നത്. ഗതാഗത മന്ത്രി ഉന്നതതല അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി വിൻസെന്റ് MLA രംഗത്ത് വന്നു. ഇനി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. അപ്പോൾ അത് സംസ്ഥാനത്ത് ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. ഗിയറുള്ള കാറിൽ തന്നെയാകണം ടെസ്റ്റ് നടത്തേണ്ടത് എന്നാണ് പുതിയ നിർദ്ദേശമായിട്ടുള്ളത്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണമെന്നും കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ല എന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. പ്രതിദിനം ഒരു MVIയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷയുടെ എണ്ണം 30 ഉയർത്തിയിട്ടുണ്ട്. അതേസമയം പരിഷ്കരണം അപ്രായോഗികമാണെന്ന വാദവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും ഈ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒരു പ്രതിഷേധ സാധ്യതയാണ് കാണുന്നത്. ചൂട് കുറയുന്നില്ല. ഈ പൊരുവെയിലത്ത് ഈ ഉഷ്ണതരംഗത്തിൻ്റെയൊക്കെ സാധ്യതയുള്ള സമയത്തും ഈ വെയിലിൽ ജോലിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്, വിവിധ തൊഴിലാളികൾ. ഇന്നലെ തൊഴിലാളി ദിനമായിരുന്നു. അപ്പോൾ ആ തൊഴിലാളി ദിനത്തിൽ നമ്മൾ കണ്ട കുറേ കാഴ്ചകളുണ്ട്. ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ അത്തരത്തിലുള്ള ഒരു വിഭാഗക്കാരാണ്. അവർക്ക് ഈ പൊരുവെയിലത്ത് 2 വീലർ ഓടിച്ച് പോയേ കഴിയൂ. ഉഷ്ണതരംഗമുള്ള പാലക്കാട്, അവിടെയും ഈ ഭക്ഷണ വിതരണം ചെയ്യുന്ന ഓൺലൈൻ ഡെലിവറി ബോയ്സ് അവർ കടുത്ത താപം നേരിടുന്നുണ്ട്. അത് വലിയ ദുരിതമാണ് അവർക്ക് നേരിടുന്നത് എന്നുള്ളതാണ് വിനേഷ് കുമാർ റിപ്പോർട്ട് പറഞ്ഞു തരും. ആ റിപ്പോർട്ടിലേക്ക്. പാലക്കാട്ടെ കടുത്ത ഉഷ്ണത്തെയും അവഗണിച്ച് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, ഓൺലൈൻ ഫുഡ് ഡെലിവറി ഏജന്റുമാർ. എവിടെയെങ്കിലും ഒരു തണൽ കിട്ടിയാൽ അവിടെ മാറി നിൽക്കും. അതിനുശേഷം അവർ വീണ്ടും ബൈക്കിലൂടെ ചീറിപ്പാഞ്ഞു പോകും. അവരുടെ വെയിലത്തെ ജീവിതം എന്താണെന്ന് നോക്കാം. പണി നല്ല ചൂടാണ്, പണിയൊക്കെ ഒരുപാട് കഷ്ടമാണ്. വെയിലത്തൊക്കെ ഓട്ടുമ്പോൾ കുറച്ച് സീറ്റിൻ്റെ ഇതൊക്കെ ഭയങ്കര ഇതായിട്ട് തന്നെ ഇരിക്കും. പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഇതിന് പോയി തന്നെ ആവണം, വേറെ വഴിയില്ല, നിവർത്തില്ലാത്തതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടുത്തെ പിന്നെ അവസ്ഥ അതാണ്. എല്ലാവരും ഡെലിവറി കേസ് എല്ലാവരും നിവർത്തിയില്ല. ഇന്നത്തെ ഓട്ടി കച്ചവടം എടുക്കണം, അതുകൊണ്ടാണ് വേറെ. അതിനെ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഓട് തന്നെ, കുഴപ്പമൊന്നുമില്ല. വെയിലത്ത് ഭയങ്കര കഷ്ടപ്പാടാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറയാം. ചൂട് സഹിക്കാൻ വയ്യാട്ടോ, ഭയങ്കര ചൂട് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വെയിലത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു, പിന്നെ ഫുൾ കൈ ഷർട്ട്, ഷൂസ്. നല്ല ചൂടാണ്. കൊടും ചൂടിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന കുറേ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അതായത് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി വൈകുവോളം ജോലി ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഈ ഫുഡ് ഡെലിവറി ഏജന്റുമാർ. പ്രധാനമായും അവർക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം 1000-ന് താഴെയാണ്. പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ 1000-ഓളം രൂപ മാത്രമാണ് അവർക്ക് കിട്ടുന്നത് പരമാവധി. ഈ തണലും എവിടെയെങ്കിലും തണൽ കണ്ടാൽ അവിടെ കയറിയിരിക്കുകയും അതിനുശേഷം അവർക്ക് വരുന്ന ഓർഡർ അനുസരിച്ച് പോയി എടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടെ സൂര്യതാപമോ അല്ലെങ്കിൽ സൂര്യാഘാതമോ ഒന്നും അവർക്ക് നോക്കാൻ സമയമില്ല. യഥാസമയം എത്രയും പെട്ടെന്ന് ഓടി ഈ സാധനം അതത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം. അത് ഈ കടുത്ത വെയിലിൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ജീവിക്കാൻ വേണ്ടി ഇവിടെ പോരാടുകയാണ്. ക്യാമറാമാൻ പ്രജിത്ത് കോമങ്ങാടിനൊപ്പം വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. വേനൽ കടുത്തതോടെ കടുത്ത ദുരിതത്തിലാണ് കോഴിക്കോട് മലയോരത്തെ വാഴ കർഷകർ. കിഴക്കൻ മലയോര മേഖലയിലെ കർഷകരാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത്. പച്ചവാഴയ്ക്ക് വില കുറഞ്ഞതും കർഷകരിൽ പ്രതിസന്ധിയാക്കുന്നുണ്ട്. പ്രദേശത്തെ വരൾച്ചാ ബാധിതമായി സർക്കാർ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ആ പ്രദേശത്തെ കർഷകരുടെ ആവശ്യം. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ കർഷകർ കടുത്ത ദുരിതത്തിലാണ്. വേനൽ അതിരൂക്ഷമായതോടെ വാഴകൾ വ്യാപകമായി ഒടിഞ്ഞു വീണു. ജലസ്രോതസ്സുകളിൽ വെള്ളം ഇല്ലാതായതോടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ദിവസവും 2 നേരം നനച്ചിട്ടും വിളകൾ നശിക്കുകയാണ്. വിളവെടുപ്പിന് പാകമായവയാണ് നശിച്ചതിലേറെയും. ചൂടുകൊണ്ട് ഇത് നിൽക്കുന്നില്ല വാഴ. വെള്ളം അടി കൂടെ കൊടുത്തിട്ട് കാര്യമില്ല. ഇത് തടയൊക്കെ പാടെ വെയിലുണ്ട് ഇതായിട്ട് വാഴ കുഴഞ്ഞു വീഴാനുള്ള ആരംഭത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ സ്ഥിതി.
വാഴ വിളവെടുത്ത് വിപണിയിലെത്തിയാൽ തുച്ഛമായ തുകയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. വിഷുവിന് 45 രൂപ വരെ ലഭിച്ചിരുന്ന പച്ചക്കായയ്ക്ക് 27 രൂപ മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നതെന്ന് കർഷകർ പറയുന്നു. പ്രദേശത്തെ വരൾച്ചാബാധിതമായി പ്രഖ്യാപിക്കണം എന്നാണ് ആവശ്യം. ഈ കൊല്ലത്തെ കൃഷി ഒക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തിലാണ് ഈ കൊല്ലത്തെ കൃഷിയൊക്കെ വന്നിട്ടുള്ളത്. ഈ കൊല്ലം തുടക്കത്തിൽ തന്നെ ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ നനയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ അതൊന്ന് കരകയറി വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ വരൾച്ച കൊണ്ട് ആകെ ദുരിതത്തിലാണ് ഇപ്പോൾ കർഷകർ. ഈ വയലിലുള്ള കർഷകരൊക്കെ സ്ഥലം പാട്ടത്തിന് എടുത്ത് വലിയ സംഖ്യ പാട്ടം കൊടുത്തിട്ട് പാട്ടെടുത്ത് കൃഷി ചെയ്യുന്നവരാ, ലോണും ബാങ്കിൽ നിന്ന് ലോണും മറ്റുമൊക്കെ ആയിട്ട്. പക്ഷേ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പം പോകുന്നത്. വാഴകളിൽ രോഗവ്യാപനവും കൂടുതലാണ്. നനച്ചിട്ടും കാര്യം വരുന്നില്ല. വാഴ വെയിലിന്റെ കാഠിന്യം കൊണ്ട് എണ്ണികാമ്പും കണ്ട് വാടിയിട്ട് കുഴഞ്ഞ് കീപ്പിട്ട് പോവുകയാണ്. അതിനിപ്പോൾ എന്താ പ്രതിവിധി തന്നെ ഒന്നും ഉള്ളതില്ല. അതിപ്പോൾ അടിയിലെ നനവ് നമ്മൾ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. വെയിൽ അതിനകത്തിന് കാഠിന്യമാണ് ഉള്ള കാര്യമുള്ള പ്രശ്നം. ഒക്കെ കൃഷിയൊക്കെ നശിച്ചു പോവുകയാണ്. ഏതായാലും ഒരു പൈസയും തിരിച്ചു വരാത്ത കോലത്തിലാണ് ഈ വർഷമുള്ളത്. കർഷകർക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം. ന്യൂസ് 18 മുക്കം. വേനൽ രൂക്ഷമായതോടെ വാമനപുരം നദിയിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞ അവസ്ഥയാണ്. വേനൽ മഴ കനിഞ്ഞില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പ്രവർത്തനം മുടങ്ങുമെന്നുള്ള ആശങ്കയുണ്ട്. 15ഓളം ജലവിതരണ പദ്ധതികളാണ് ഈ വാമനപുരം നദി കേന്ദ്രീകരിച്ച് ഉള്ളത്. വാമനപുരം നദിയിൽ പരവൂർ പുഴക്കടവ് മുതൽ പൂവൻപാറ പാലം വരെയാണ് ശുദ്ധജല വിതരണ പദ്ധതികളുടെ പമ്പ് ഹൌസുകൾ പ്രവർത്തിക്കുന്നത്. ചിറയൻകീഴ്, വർക്കല അടക്കമുള്ള താലൂക്കുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത് വാമനപുരം നദിയിൽ പ്രവർത്തിക്കുന്ന വിവിധ പദ്ധതികൾ വഴിയാണ്. മുൻകാലങ്ങളിൽ വേനൽ തുടക്കത്തിൽ തന്നെ വേലിയേറ്റത്തിലൂടെ കടലിൽ നിന്ന് ഉപ്പുവെള്ളം നദിയിലേക്ക് കയറുകയായിരുന്നു. ഇത് കുടിവെള്ള വിതരണത്തിന് തടസ്സമായി വന്നതോടെ വേനൽക്കാലത്ത് മാത്രം നദിയിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചിരുന്നു. ഇതിന് എല്ലാ വർഷവും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇതിന് പരിഹാരം കാണുന്നതിനും വേനൽക്കാലത്ത് നദിയിൽ ജലനിരപ്പ് താഴുന്നത് പരിഹരിക്കുന്നതിനുമായാണ് നദിയിൽ പൂവൻപാറ പാലത്തിനു സമീപം സ്ഥിരം തടയണ നിർമ്മിച്ചത്. എന്നാൽ ദീർഘവീക്ഷണമില്ലാതെ അശാസ്ത്രീയമായി നിർമ്മിച്ച തടയണ ഇപ്പോൾ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനു വേണ്ടി മാത്രമായി മാറി. സ്ഥിരം തടയണയ്ക്ക് മുകളിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ച് വെള്ളം സംഭരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇതിനും ലക്ഷങ്ങൾ ചിലവായി. സ്ഥിരം തടയണയ്ക്ക് മുകളിൽ കമ്പിയും മണൽ ചാക്കുകളും സ്ഥാപിച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക തടയണ മഴക്കാലമെത്തുമ്പോൾ നദിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരും. മാത്രമല്ല, ശുദ്ധജല വിതരണ പദ്ധതികളിൽ നിന്നും വളരെ അകലെയാണ് ബണ്ട് നിർമ്മിച്ചത്. ഇത് പദ്ധതി പ്രദേശത്തെ ജലലഭ്യത ഉറപ്പുവരുത്താൻ സഹായിക്കില്ല എന്ന് വിദഗ്ധർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിലെ PPL കുടുംബങ്ങൾക്കുള്ള വാട്ടർ കണക്ഷനുകൾ നൽകിയതോടെ ജല ഉപഭോഗം മുൻപത്തേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഈ അവലോഞ്ചേരി പ്രദേശത്ത് 6 വെല്ലുകളുണ്ട്, 6 ടാങ്കുകളുണ്ട്. അപ്പോൾ ഈ 6 ടാങ്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് വെള്ളം ആ വാമനപുരം നദിയിൽ ആ ഭാഗത്ത് കിട്ടാറില്ല. അപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഓരോ പമ്പ് ഹൗസിൻ്റെയും തൊട്ട് താഴെയായിട്ട് ഇത്തരത്തിലുള്ള താൽക്കാലിക ബണ്ടോ അല്ലെങ്കിൽ ചെക്ക് ഡാമോ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേനൽ സമയത്ത് ആവശ്യത്തിലധികമുള്ള വെള്ളം നമുക്ക് സംഭരിക്കാൻ കഴിയും, നമുക്ക് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാനും കഴിയും. അപ്പോൾ സർക്കാർ അടിയന്തരമായിട്ട് ഇതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തില്ല എങ്കിൽ ഇനി വരും കാലങ്ങളിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഉണ്ടാകും. കണക്ഷനുകൾ പുതുതായി നൽകിയപ്പോൾ തന്നെ പമ്പ് ഹൌസുകളുടെ പ്രവർത്തനം താറുമാറാവുകയും വർക്കല, അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കുടിവെള്ളം എത്താത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. വർക്കല താലൂക്കിന്റെ പല ഭാഗങ്ങളിലും ദിവസങ്ങളായി ജലവിതരണം നിലച്ചിരിക്കുകയാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ദിവസങ്ങൾക്കകം കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലയ്ക്കും. ന്യൂസ് 18 ആറ്റിങ്ങൽ. കോഴിക്കോട് അയഞ്ചേരിയിലെ അത്ഭുത കിണറിനെ കുറിച്ചാണ് ഇനി മോർണിംഗ് വൈബ്സിൽ. നാട് വറ്റി വരണ്ടിട്ടും പ്രതീക്ഷയാണ് ഈ കിണർ. വേനലിൽ മാത്രം തെളിനീർ നൽകുന്ന കിണർ മഴ പെയ്താൽ വറ്റിപ്പോകും. ഉയരം കൂടിയ പ്രദേശത്ത് ഇത്തവണയും ഈ കിണർ പതിവ് തെറ്റിച്ചിട്ടില്ല. കോഴിക്കോട് തച്ചൻ കുന്നുമ്മൽ ദിനേശന്റെ വീട്ടിലാണ് ഈ അത്ഭുത കിണർ. എത്ര മഴ പെയ്താലും മഴക്കാലത്ത് കിണർ വറ്റിക്കിടക്കും. എന്നാൽ സാധാരണ കിണറുകൾ വറ്റുന്ന കുംഭം മീനമാസങ്ങളിൽ ഈ കിണറിൽ നിറയെ വെള്ളമാകും. അന്നൊക്കെ ആൾക്കാർക്ക് അതൊക്കെ ഞങ്ങൾ തൽപ്പറായിട്ട് കൊണ്ടുവന്നുള്ളൂ. അപ്പം മീൻ വെള്ളമുള്ളതുകൊണ്ട് ഞങ്ങൾ അത്ര കഷ്ടപ്പെടുന്നില്ല. വേനൽക്കാലം എന്താ വേനൽക്കാലമായാൽ വെള്ളം ഉണ്ടാകും. കുംഭം മീനമാസമാകുമ്പോൾ ഇഷ്ടംമാതിരിക്ക് വെള്ളം ഉണ്ടാകും. അന്നേരം ആ വെള്ളം കാരി വരുക, സാധനം ഇറങ്ങി വരുന്ന സമയത്തിന് വെള്ളം ഉണ്ടാകും. അതെന്തായിരിക്കും കാരണം? ഇതുവരെ ഞങ്ങൾക്ക് അതിൻ്റെ കാരണം ഒന്നും മനസ്സിലാക്കില്ല.
ഇവിടെ പണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിച്ച് എന്നെ കൊണ്ടുവരുന്നതിൻ്റെ മുമ്പേ തന്നെയുള്ള സമ്പ്രദായം. അത് അവിടുത്തെ അച്ഛൻ പറയലുണ്ട് ഉണ്ടാവില്ല എന്ന്. നമുക്കതിനെ പറ്റി മനസ്സിലാകുന്നില്ല. ഞങ്ങൾ മഴയത്തും കോടയത്തെല്ലാം കൊണ്ടുവരും. പിന്നെ 4 പേർക്ക് ഇവിടുന്ന് കൊണ്ടുപോക്കുന്നുണ്ട് ഉള്ള സമയത്തിന്. പിന്നെ ഓലെല്ലാം വീടെല്ലാം മാറി വേറെ പോയതുകൊണ്ട് ഇപ്പം കൊണ്ടുവരുന്നില്ല. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ കിണറിന്. കടുത്ത വേനലിലും 3 പടവിലേറെ വെള്ളമുണ്ട്. സ്ഥിരം പ്രതിഭാസമായതിനാൽ മഴക്കാലത്ത് ബാരലുകളിൽ വെള്ളം സൂക്ഷിച്ചു വെക്കും. പ്രദേശത്ത് വേനലിൽ കുടിവെള്ളം കിട്ടാത്തവർക്ക് വലിയ ആശ്വാസമാണ് ഈ അത്ഭുത കിണർ. ന്യൂസ് 18 വടകര. ഇടുക്കിയുടെ ലോ റേഞ്ച് മേഖലകളിലും വന്യമൃഗഭീഷണി വ്യാപകമാവുകയാണ്. തൊടുപുഴയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാണ്. നഗരത്തിൽ പാറക്കടവ് ഭാഗത്ത് പുലി സാന്നിധ്യമുള്ളതായി വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. കരിങ്കുന്നം, മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായിട്ടുള്ള ഇല്ലിചാരി മലയിൽ പുള്ളിപ്പുലിയെ കണ്ടതാണ്. ഇവിടെയും എത്തിയെന്നാണ്, ആ പുലി തന്നെ എത്തിയെന്നാണ് നിഗമനം. ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലകളിൽ പുലി സാന്നിധ്യം എപ്പോഴുമുണ്ടെങ്കിലും ലോ റേഞ്ചിൽ അപൂർവമായാണ് പുലിയെ കാണുന്നത്. 3 ആഴ്ച മുൻപ് കരിങ്കുന്നം പ്രദേശത്ത് പുലിയെ കണ്ടതിന് പുറമെയാണ് തൊടുപുഴ ടൗണിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. കരിങ്കുന്നം, മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഇല്ലിച്ചാരി മലയിൽ കണ്ട പുള്ളിപ്പുലി തന്നെയാണ് തൊടുപുഴ പാറക്കടവിലും എത്തിയതെന്നാണ് നിഗമനം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുറുനരിയുടെ ജഡം കിട്ടിയതോടുകൂടിയാണ് പ്രദേശത്ത് പുലിയിറങ്ങിയതായി സംശയം ബലപ്പെട്ടത്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നതായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന പുലിയെ പിടികൂടിയില്ലെങ്കിൽ ജനകീയ സമരം നടത്തുമെന്നും ഡീൻ പറഞ്ഞു. മുട്ടത്ത് ഇല്ലിചാരി അത് പുലിയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തു, പക്ഷെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. ഈ ഒരു വിധത്തിൽ വിനാശകരമായ വിധത്തിൽ വന്യമൃഗങ്ങൾ, ക്രൂരമായ വന്യമൃഗങ്ങൾ, കടുവയും പുലിയുമാണ് നാട്ടിലൂടെ ഇറങ്ങി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ അലംഭാവം ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് അങ്ങേയറ്റം ഗുരുതരമായ ഭവിഷ്യത്ത് വരുത്തിവെക്കും. ജനങ്ങളാകെ നിരാശയിലാണ്, ജനങ്ങളാകെ അരക്ഷിതാവസ്ഥയിലാണ്. ഏറ്റവും വലിയ ജനവാസ കേന്ദ്രങ്ങളിലൂടെ പുലിയും കടുവയും ഇറങ്ങി നടക്കുന്ന ഒരു ദുസ്ഥിതി നാടിനെ ഇവിടെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോഴും യാതൊരു തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങേയറ്റം ഗുരുതരമായ ഈ സ്ഥിതി ഉണ്ടാകാൻ പാടില്ലാത്തതായി. കഴിഞ്ഞ ദിവസം രാത്രി മലങ്കര എസ്റ്റേറ്റിന്റെ ഭാഗമായ കാത്തോലിയിൽ പുലിയെ കണ്ടതായും നാട്ടുകാർ പറയുന്നു. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ജനവാസ മേഖലകളിൽ പുലി ചുറ്റിക്കറങ്ങുന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. നിരന്തരമായിട്ടും പല ഭാഗങ്ങളിൽ ഈ ആട്, കോഴി, പട്ടി അങ്ങനെ 10-15ഓളം പട്ടികളെ കാണാതാകുകയും ഈ ചിറ്റാനപ്പാറ സാവുവിൻ്റെ വീട്ടിൽ വന്ന് പിന്നെയും ആടിനെ പിടിച്ചുകൊണ്ട് പോവുകയും അവർ കാണുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുലിയാന്ന് പറഞ്ഞു. അപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ പതിക്കുകയും ചെയ്തു. ഇപ്പം ജനവാസ മേഖലയിലോട്ട് ഈ പുലി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും വളരെ ഭീതിയിലാണ് കഴിയുന്നത്. കരിങ്കുന്നം പഞ്ചായത്തിലെ 5-6 വാർഡുകളിൽപ്പെട്ട ഇല്ലിച്ചാരിയിലാണ് ആദ്യം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പ്രദേശത്ത് 2 തവണയായി കൂടുവെച്ചെങ്കിലും ഇതുവരെ പുലി കുടുങ്ങിയിട്ടില്ല. ഇതിനിടെ അമ്പലപ്പടിയിലെ പുലിമടയ്ക്ക് സമീപത്തുള്ള ക്യാമറയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞു. പുലിയുടൻ കുടുങ്ങുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തുകയാണ്. അടിയന്തര ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെട്ടിട്ട് പോലും ബാങ്ക് നൽകുന്നില്ല എന്ന് നിക്ഷേപകനായിട്ടുള്ള സണ്ണി സേവ്യർ പറയുന്നു. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ 30 ലക്ഷം രൂപയാണ് സണ്ണിയും ഭാര്യയും ഈ ബാങ്കിൽ നിക്ഷേപിച്ചത്. ISRO ഉദ്യോഗസ്ഥനായിരുന്നു, 33 വർഷം ഉദ്യോഗസ്ഥനായിരുന്നു സണ്ണി സേവ്യർ. അവിടെ നിന്ന് വിരമിച്ച പണമാണ് ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. അതായത് 2021 ബാങ്ക് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടന്നപ്പോൾ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ച് മറ്റു ഉള്ളവർക്ക് പണം നൽകാനായിരുന്നു ബാങ്കിൻ്റെ ഒരു നീക്കം. ആ വലയിലാണ് ഫലത്തിൽ സണ്ണി സേവ്യർ കുടുങ്ങുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ജീവനക്കാരനല്ലാത്ത അവിടുത്തെ ഒരു മുൻ ജീവനക്കാരൻ ഫോൺ വഴിയും നേരിട്ടുമൊക്കെ എത്തി
നിക്ഷേപത്തിന് ക്ഷണിക്കുകയും അങ്ങനെ കൊണ്ടുപോയി നിക്ഷേപം നടത്തുകയുമായിരുന്നു. 1 വർഷം എന്ന ആദ്യം ഇവർ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് 25 മാസത്തേക്കുള്ള നിക്ഷേപം എന്ന നിലയിലേക്ക് പേപ്പറുകളിൽ മാറ്റം വരുത്തിയതായും ഇദ്ദേഹം ആരോപിക്കുകയാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഈ നേരിട്ടല്ല പലിശ നൽകിയിരുന്നത്, നേരിട്ട് കയ്യിൽ, അതായത് ബാങ്ക് വഴിയല്ല, നേരിട്ട് കയ്യിലൊക്കെ ഏൽപ്പിക്കുന്ന രീതിയായിരുന്നു ബാങ്ക് സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. 6 മാസം കഴിയുമ്പോൾ പലിശയും കിട്ടാൻ താമസം വന്നു. അപ്പോൾ ഞാൻ ബാങ്കിൽ ചെന്നപ്പോഴാണ് നിക്ഷേപം ഇത് സംഗതി പൊട്ടിക്കൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൈസ മുഴുവൻ വേണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ബഹളം കൂട്ടി തരാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല, പൈസ തന്നോളെന്ന് പറഞ്ഞിരുന്നല്ലാതെ ഒരു പൈസയില്ല. എന്തായാലും ഇതിൽ ഒരു തുടർ നടപടിക്കാണ് കഴിഞ്ഞ കുറേ കാലമായി നിക്ഷേപകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസ് അവിടെ ഒരു വിലങ്ങുതടിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ സണ്ണി സേവ്യറിൻ്റെ അനുഭവം അതാണ്. ഇഡിക്ക് പരാതി നൽകി, പക്ഷേ കേരള പോലീസ് ഒരു FIR എങ്കിലും രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ ED അന്വേഷണത്തിലേക്ക് കടക്കുകയുള്ളൂ. പക്ഷേ അതിന് അവർ ജില്ലാ പോലീസ് മേധാവിയെ നേരത്തെ പരാതി നൽകിയിരുന്നു. പിന്നീട് വീണ്ടും റിമൈൻഡർ നൽകി അതിനുവേണ്ടി, അതായത് ഒരു FIRന് വേണ്ടി കഴിഞ്ഞ മാസങ്ങളായി കാത്തിരിക്കുകയാണ് ഈ നിക്ഷേപകരെല്ലാം. EDക്ക് ഞങ്ങൾ മെയിൽ പരാതി കൊടുത്തു. ഞങ്ങൾ നേരിട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാസമായിട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയപ്പം ഇവിടുന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം, കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ട് വരാൻ ചെല്ലാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്യുന്നില്ല. പോലീസ് CIക്ക് ഈരാറ്റുപേട്ട CIക്ക് 18/3 കൊടുത്ത പരാതിയാണ്. ഒന്നും ചെയ്യാന്നിട്ട് ഞങ്ങൾ DYSPക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് കോട്ടയം SPക്ക് കൊടുത്തു. എന്നിട്ട് അവരെല്ലാം അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു, CIക്ക് വിട്ടു, ഒരു ആക്ഷനും എടുത്തില്ല. ഈ സണ്ണി സേവ്യറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ ചികിത്സയ്ക്കായി അടിയന്തരമായി പണം വേണം എന്ന ആവശ്യവും അദ്ദേഹം ബാങ്ക് അധികൃതർക്ക് മുന്നിൽ വെച്ചിരുന്നു. കരുവന്നൂരൊക്കെ നമ്മൾ കണ്ടതുപോലെ പല മനുഷ്യരും അവരുടെ വാർദ്ധക്യകാലത്തെ ചികിത്സാ ആവശ്യങ്ങൾക്കായൊക്കെയുള്ള പണമായാണ് ഇത് കാണുന്നത്. ആ പണം ആണ് ഫലത്തിൽ നൽകാതെ പോകുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഫോണിൽ കൂടെ എന്നെ ക്യാൻവാസ് ചെയ്ത് മുഴുവൻ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നു, വീട്ടിൽ വരികയും ചെയ്തു. ഒരു പ്രാവശ്യം ബാങ്കിൽ കൊണ്ടുപോയിട്ട് നേരെ പ്രസിഡന്റ് മുറിയിലോട്ട് കൊണ്ടുപോയത്. ബാങ്കിലെ ആരുമല്ല ആ സമയത്താണ്. പുള്ളി 18 പറ്റി അവിടുന്ന് പോയതാണ്. ഞാൻ കൊടുക്കുന്ന 21 മാസമാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല നടപടിക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവർ ED അന്വേഷണവും പ്രതീക്ഷിക്കുന്നുണ്ട്. സഹകരണ മന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയെങ്കിലും കൃത്യമായൊരു ഇടപെടൽ ഫലത്തിൽ സാധിക്കാതെ പോകുന്ന നിലയാണുള്ളത്. MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഇടയ്ക്ക് ചില അനുരഞ്ജന യോഗങ്ങളൊക്കെ നടത്തിയിരുന്നു. പണം നൽകാമെന്ന് ബാങ്ക് വാഗ്ദാനം നൽകുകയും ചെയ്തതാണ്. പക്ഷെ പിന്നെയും പണം നൽകാത്ത സ്ഥിതിയാണ് അവിടെയുള്ളത്. എന്തായാലും ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ നിക്ഷേപകർ പരാതിയുമായി രംഗത്ത് വരികയാണ്. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, ന്യൂസ് 18. കാർഷിക ഗ്രാമമായ പട്ടാമ്പി കൊടലൂരിൽ കനാൽ നവീകരണം തുടരുകയാണ്. കാർഷിക മേഖലയിൽ ജലസേചനം കാര്യക്ഷമമാക്കുന്നതിനായി നബാർഡിന്റെ 3.77 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കനാൽ നവീകരിക്കുന്നത്. അതേസമയം മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 1ഉം 2ഉം വിളയും പുഞ്ചയും പച്ചക്കറി കൃഷിയും സുലഭമായി നടത്തുന്ന പട്ടാമ്പിയിലെ കാർഷിക ഗ്രാമമായ കൊടലൂരിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുന്നതിനാണ് കനാൽ പുനരുദ്ധാരണ പദ്ധതി ആവിഷ്കരിച്ചത്. നബാർഡ് പദ്ധതി പ്രകാരം 3.77 കോടി രൂപ ചെലവഴിച്ചാണ് കനാൽ നവീകരണം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നബാർഡ് RIDF ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കനാൽ നവീകരണം പൂർത്തിയായാൽ പ്രദേശത്തെ നിരവധി ഹെക്ടർ നെൽകൃഷിക്ക് ഗുണം ചെയ്യും. ഇവിടെ ഈ ഭാഗം ഇപ്പോൾ ഈ കാണുന്ന ഏരിയ ഭാഗത്തേക്ക് നമുക്ക് അവിടെ നിന്ന് വെള്ളം കിട്ടുകയാണെങ്കിൽ നല്ല ഉപകാരം തന്നെ ആവും. അപ്പോൾ ഈ കിണറുകളൊക്കെ വറ്റിക്കിടക്കാണ്. ഇത് വെള്ളം ഓവർഫ്ലോ പോകാനും ഉണ്ട്. നമുക്ക് ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയും ചെയ്യാം. നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി, കപ്പ എന്നീ കൃഷികൾ വ്യാപകമാണ്. ഇവയ്ക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നതോടെ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പ്രദേശത്തെ ജലസമൃദ്ധിയായ പേരിക്കാട്ട് കുളത്തെയും ജലസേചനത്തിനായി ആശ്രയിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും മഴക്കാലത്തിന് മുൻപ് പ്രവർത്തികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇക്കൊല്ലം കൃഷിയിറക്കാൻ സാധിക്കൂ. നമ്മളെ തോടിൻ്റെ പണി പകുതി ഭാഗം കഴിഞ്ഞിരിക്കണം. ബാക്കി പകുതിയിലധികം ഭാഗം ഇനിയും ചെയ്യാനാണ്. ഈ മഴയുടെ മുമ്പ് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗം കൃഷി ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ പൂട്ടുകൂടി ചെയ്യാതാണ് പാടമൊക്കെ അവിടെ ഒഴിച്ചിട്ടിട്ടാണ് അവർക്ക് വണ്ടി പോകാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എസ്റ്റിമേറ്റ് മാറ്റാനാന്ന് പറഞ്ഞിട്ട് നിർത്തിവെച്ചതാണ് മറ്റേ തോട് പടിഞ്ഞാറ് ഭാഗം. നഗരസഭയിലെ 4, 5, 9 വാർഡുകളിൽ ഉൾപ്പെട്ടതാണ് കൊടലൂർ പാടശേഖരം. കാർഷിക മേഖലയെ ആശ്രയിച്ച് നിരവധി പേരാണ് പ്രദേശത്തുള്ളത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇടതടവില്ലാതെ നെല്ലും പച്ചക്കറിയുമൊക്കെ
കൃഷി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് 18 പട്ടാമ്പി. പട്ടാമ്പി നമ്പ്രം ഷൊർണൂർ തീരദേശ പാതയ്ക്ക് ഭരണാനുമതി ലഭിച്ചിട്ട് 8 വർഷമായിട്ടും നടപടികൾ അത് കടലാസിൽ തന്നെ തുടരുകയാണ്. പുതിയ പാലത്തിന്റെ പുതുക്കിയ രൂപരേഖയിൽ തീരദേശ പാത ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പദ്ധതി നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. 2015 ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിക്ക് 2016 ഭരണാനുമതി ലഭിച്ചത്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉള്ളവർക്ക് യാത്രാ ദുരിതം കുറയ്ക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തുന്നതുമാണ് പദ്ധതി. പട്ടാമ്പി നഗരസഭയിലെ കമാനം റോഡ് മുതൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ചെങ്ങണാംകുന്ന് കാരവണ്ണ വഴി ഷൊർണൂർ നഗരസഭയിലെ പരുത്തിപ്പറയിലേക്ക് ഷൊർണൂർ നഗരത്തിലേക്കും ചെറുതുരുത്തി പാലത്തിലേക്കും എത്തിച്ചേരും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ പട്ടാമ്പി പാലം മുതൽ ചെങ്ങണാംകുന്ന് വരെയാണ് റോഡുള്ളത്. ഈ റോഡിന് 8 മീറ്റർ മാത്രമാണ് വീതി. സ്ഥലം ലഭ്യമായി റോഡ് വീതി കൂട്ടി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ പട്ടാമ്പി, തൃത്താല, ഷൊർണൂർ നിവാസികളുടെ യാത്രകൾക്ക് വലിയ സൗകര്യമാണ് ഉണ്ടാവുക. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 1.5 കിലോമീറ്റർ പാത കൂടി നവീകരിച്ചാൽ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാനും സാധിക്കും. അതേസമയം ഭരണാനുമതി ലഭിച്ച് 8 വർഷമായിട്ടും പദ്ധതി പ്രവർത്തനം എങ്ങുമെത്തിയില്ല. പഠന റിപ്പോർട്ട് തയ്യാറാക്കി സർവേ നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്താനാകൂ. ജനവാസ മേഖലയായ ഈ പ്രദേശങ്ങളിൽ യാത്രയ്ക്ക് സ്വകാര്യ വാഹനങ്ങളാണ് ഏക ആശ്രയം. റോഡ് യാഥാർത്ഥ്യമായാൽ പ്രദേശത്ത് ഗതാഗത സൗകര്യവും മെച്ചപ്പെടും. ന്യൂസ് 18 പട്ടാമ്പി. കൂടുതൽ വാർത്തകളിലേക്ക് മോർണിംഗ് ബൈസ് മടങ്ങിയെത്തും ഒരു ഇടവേളയ്ക്ക് ശേഷം. അക്ഷയ തൃതീയ നാൾ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. UPയിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണം എന്നതാണ് UP കോൺഗ്രസ് ഘടകത്തിന്റെ ആവശ്യം. എന്നാൽ കുടുംബത്തിൽ നിന്നുള്ളവർ മത്സരിക്കുന്നതിൽ രാഹുലിന്റെ വിയോജിപ്പാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തടസ്സമായി നിൽക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, ഈ റായ്ബറേലിയിലെയും അമേഠിയിലെയും സസ്പെൻസ് അത് തുടരുകയാണല്ലോ. ഈ ഇതുവരെയും ഒരു വ്യക്തത അല്ലെങ്കിൽ അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലേ? എൽദോ, സസ്പെൻസ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും UP കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. UPയിൽ കോൺഗ്രസിന് അനായാസം ജയിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല 2 സീറ്റുകളാണ്, അല്ലെങ്കിൽ പരമ്പരാഗതമായി തന്നെ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് റായ്ബറേലി. അമേത്തിയിൽ കഴിഞ്ഞ തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത്. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള 2 മണ്ഡലങ്ങൾ. പക്ഷേ അവിടെ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ 2 പേർ മത്സരിക്കണമെന്നുള്ളതാണ് പ്രധാനമായും UPയിലെ ആവശ്യം. അത് അമേത്തിയിൽ നേരത്തെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു. ഒന്നുകിൽ അവിടെ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുക, അല്ലെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുക. റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ മണ്ഡലമാണ്. സോണിയാഗാന്ധി കഴിഞ്ഞ തവണ അടക്കം 1 ലക്ഷത്തിന് മേൽ വോട്ടിന് വിജയിച്ച മണ്ഡലമാണ്. അവിടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ രാഹുൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും ഈ 2 മണ്ഡലങ്ങൾ, അങ്ങനെ കുടുംബ മണ്ഡലം എന്നത് വേണ്ട, അവിടെ മത്സരിക്കേണ്ടതുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. പക്ഷേ അവിടുത്തെ പാർട്ടിയും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമായി സഖ്യത്തിലാണ് സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ നിർബന്ധം അവിടെ കുടുംബത്തിൽ നിന്ന് തന്നെ 2 പേർ മത്സരിക്കണമെന്നുള്ളതാണ്. പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് തീരുമാനം ഉണ്ടായേ മതിയാവൂ. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതിൽ ഇനി പ്രധാനമായും അറിയേണ്ടത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അവിടെ അമേഠിയിലാണോ റായ്ബറേലിയിലാണോ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അമേഠി രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം സീറ്റാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഒഴികെ അതിനു മുമ്പ് 3 തവണ വിജയിച്ച സീറ്റാണ്. എന്നാൽ റായ്ബറേലി സോണിയാഗാന്ധിയുടെ സീറ്റിലും കഴിഞ്ഞ തവണ അടക്കം കോൺഗ്രസ് വിജയിച്ച സീറ്റാണ്. കുറെ കൂടി വിജയ സാധ്യതയുള്ളതും. റായ്ബറേലിയിൽ നിലവിൽ ഉള്ള 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ 3ഇടത്തും സമാജ്വാദി പാർട്ടിക്കാണ് MLA-മാരുള്ളത്. പക്ഷേ അമേഠിയിൽ അങ്ങനെയല്ല. അമേഠിയിലെ 5ഇടത്ത് 3ഇടത്തും BJP MLA-മാരുള്ളത്. BJP-ക്കാണ് അവിടുത്തെ വിധാനസഭയിൽ കൂടുതൽ ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിജയസാധ്യതയുള്ള റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറുക, ഒപ്പം സ്മൃതി ഇറാനിയെ നേരിടാനായി പ്രിയങ്ക ഗാന്ധി ഇറങ്ങുക. ഈ നിർദ്ദേശമാണ് പ്രധാനമായും UP കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ ഈ നിർദ്ദേശത്തോട് ഇതുവരെയും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവസാന യെസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു തീരുമാനം എന്തായാലും എടുക്കേണ്ടി വരും. ഇനി ഇവർ 2 പേരും സ്ഥാനാർത്ഥികളാവാൻ തയ്യാറായില്ലെങ്കിൽ ഈ അവസാന നിമിഷം ഒരു സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് എന്ന് അടക്കം പറയേണ്ടി വരും. കോൺഗ്രസിന് യു.പിയിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല, യഥാസമയം നിശ്ചയിക്കാൻ കഴിയുന്നില്ല എന്നൊരു ആക്ഷേപത്തിന് കൂടി അത് വഴിതെളിക്കും. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തന്നെ നേരിട്ട് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. താങ്കൾ തന്നെ മത്സരിക്കണം, പ്രിയങ്ക ഗാന്ധി അടക്കം മത്സരിക്കണം എന്നുള്ള അവരുടെ നിർദ്ദേശവും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി മറ്റൊരു ധാർമ്മികത ഉയർത്തി കാണിക്കൊണ്ട് കുടുംബത്തിൽ നിന്നല്ല മത്സരിക്കേണ്ടത്, കോൺഗ്രസിൽ നിന്ന് മറ്റൊരാൾ മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടായേ മതിയാവും. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ മത്സരിക്കുന്നുണ്ടോ അതോ മറ്റാരെങ്കിലുമാണോ സ്ഥാനാർത്ഥിയാണോ എന്ന കാര്യത്തിൽ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാവും. കിരൺ, അപ്പോൾ ഈ രാഹുലും പ്രിയങ്കയും അങ്ങനെ തയ്യാറാകുന്നില്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന്? റായ്ബറേലിയും അമേഠിയും പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ അത്രമാത്രം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള 2 മണ്ഡലങ്ങളാണല്ലോ. അപ്പോൾ അവിടെ ഒരു സാധാരണ നേതാവിനും അപ്പുറമുള്ള ഒരു ഫിഗർ കൊണ്ടുവരേണ്ട സാഹചര്യമില്ലേ? എൽദോ, നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് റായ്ബറേലി ആയാലും അമേത്തി ആയാലും ഈ 2 മണ്ഡലങ്ങളിലും നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് അങ്ങനെ അവിടെ ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും വിജയിക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. നേരത്തെ തന്നെ ഷീല കൗൾ നെഹ്റു കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയായി വരുന്ന കസിൻ സിസ്റ്ററായി വരുന്ന ആളാണ്. ഷീല കൗൾ 2 തവണ മത്സരിക്കുകയും അവിടെ ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നീട് അവർ പരാജയപ്പെട്ടു. പിന്നെ അവരുടെ മകനുമൊക്കെ മത്സരിച്ചപ്പോഴും പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്നും ആളുകൾ മത്സരിക്കുന്ന സമയത്താണ് പലപ്പോഴും ഈ മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ ഭൂരിപക്ഷത്തിന് 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഒക്കെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ വിജയിക്കുന്ന ഘട്ടങ്ങളിൽ പോലും അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അങ്ങനെ 5 സീറ്റും ലഭിക്കുന്നു അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു അവസ്ഥ മുമ്പും ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ മത്സരരംഗത്തേക്ക് വരുന്നത് ഗാന്ധി ആ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആണെങ്കിൽ സ്വാഭാവികമായും ആ കുടുംബത്തോട് ദീർഘകാലം രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ പ്രതിനിധീകരിച്ച മണ്ഡലങ്ങളാണ്. ഇതുപോലെ റായ്ബറേലി ആയാലും അമേത്തി ആയാലും. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ഈ 2 മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ളവരോട് ആ നാട്ടുകാർക്കുള്ള ഒരു പ്രത്യേക സ്നേഹവും അല്ലെങ്കിൽ അവരോട് പ്രത്യേക മമതയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ആരെങ്കിലും മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പക്ഷേ കോൺഗ്രസിന് ഈ പറയുന്നത് പോലെ അവിടെ കോൺഗ്രസ് ആരെ മത്സരിപ്പിച്ചാലും ജയം ഉറപ്പുള്ള ഒരു മണ്ഡലമല്ല. കഴിഞ്ഞ തവണത്തെ പ്രത്യേകത കൂടി ആലോചിക്കണം. രാഹുൽ ഗാന്ധി തന്നെ മത്സരിച്ചിട്ടും അമേത്തിയിൽ 50,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പിൽ തവണ രാഹുൽ ഗാന്ധി ഏകദേശം 1 ലക്ഷത്തിന് മേൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ്. അതിനു മുമ്പ് 2 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് ഭൂരിപക്ഷം കുറഞ്ഞു, 1 ലക്ഷമായി കുറഞ്ഞു. കഴിഞ്ഞ തവണ 55,000 വോട്ടിന് അദ്ദേഹം പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇത്തവണ പക്ഷേ അനുകൂലമായ അന്തരീക്ഷം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ മണ്ഡലങ്ങളിൽ SP-യുടെ സമാജ്വാദി പാർട്ടിയുടെ വലിയ സ്വാധീനമാണ്. സമാജ്വാദി പാർട്ടി കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടി പ്രത്യേകമായിട്ടായിരുന്നു മത്സരിച്ചിരുന്നത്, കോൺഗ്രസ് പ്രത്യേകമായിട്ടായിരുന്നു മത്സരിച്ചിരുന്നത്, സമാജ്വാദി പാർട്ടിയും BSPയും സംയുക്ത മുന്നണിയായിട്ടാണ് മത്സരിച്ചിരുന്നത്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. സമാജ്വാദി പാർട്ടി കോൺഗ്രസിനൊപ്പം സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത വളരെ കൂടുതലാണ് എന്നത് സമാജ്വാദി പാർട്ടിയും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ നിന്ന് 2 പേരാണ് മത്സരിക്കുന്നതെങ്കിൽ ഉറപ്പായും കിട്ടുന്ന കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് വരാൻ കഴിയുന്ന 2 സീറ്റുകളാണ് റായ്ബറേലിയും ഈ പറയുന്നത് പോലെ അമേത്തിയും. പക്ഷേ അവിടേക്ക് ഇവർ 2 പേരും മത്സരിക്കാൻ തയ്യാറായില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തയ്യാറാവുന്നില്ല, പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ മറ്റ് 2 പേരെ കണ്ടെത്തേണ്ടി വരും. അത് സ്വാഭാവികമായും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അത് അതൃപ്തിക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. ആ സീറ്റ് നഷ്ടപ്പെടാനടക്കമുള്ള കാരണമാകുന്നുണ്ട്. ഈ വിഷയമാണ് പ്രധാനമായും കോൺഗ്രസിൻ്റെ UP ഘടകം ചൂണ്ടിക്കാണിക്കുന്നത്. സീറ്റാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ആദർശത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ള രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ 2 സീറ്റ് നഷ്ടമായി പോകും. കഴിഞ്ഞ തവണ ആകെ ഒറ്റ സീറ്റ് മാത്രമാണ് UPയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അത് റായ്ബറേലിയിൽ സോണിയാഗാന്ധി മാത്രമാണ് വിജയിച്ചത്. അതിന് മുമ്പിലെ തവണയാണെങ്കിൽ 2014 2 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അത് രാഹുൽ ഗാന്ധിക്ക് അമേത്തിയിലും റായ്ബറേലിയിൽ സോണിയാഗാന്ധിയും മാത്രമാണ്. 2009 18 സീറ്റുകൾ വിജയിച്ച ഒരു പാർട്ടിയാണ് എന്നത് ആലോചിക്കണം. അത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു. അവിടുത്തെ ഏകദേശം 4/1 സീറ്റുകൾ വിജയിച്ച പാർട്ടിയാണ്. 80 സീറ്റുകളിൽ 18 സീറ്റുകൾ വിജയിച്ച പാർട്ടിയാണ്. പിന്നീട് 2 സീറ്റിലേക്കും കഴിഞ്ഞ തവണ 1 സീറ്റിലേക്കും ചുരുങ്ങിപ്പോയത്. ഇക്കുറി അത്തരമൊരു മത്സരത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അതുപോലും നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത അടക്കമുണ്ട്. എന്ന് മാത്രമല്ല വലിയൊരു 17 സീറ്റുകൾ കോൺഗ്രസിന് നൽകിക്കൊണ്ടാണ് SP അങ്ങനെ ഒരു സഖ്യത്തിന് തയ്യാറായത്. ഏത് വിധേനയും UPയിൽ പരമാവധി സീറ്റുകൾ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് SP അങ്ങനെ ഒരു വിശാലമായ സഖ്യത്തിലേക്കൊക്കെ തയ്യാറായത്. ആ സഖ്യം
സഖ്യത്തിൻ്റെ ഒരു അന്തസ്സത്തയ്ക്കൊത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ആ സഖ്യത്തിൻ്റെ സ്പിരിറ്റിനൊത്ത രീതിയിലേക്ക് ഒരു തീരുമാനം രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ പഴി കൂടി അവർ തെരഞ്ഞെടുപ്പിന് ശേഷവും കേൾക്കേണ്ടി വരും. കാരണം ആ സീറ്റുകൾ മത്സരിക്കുന്നത് മറ്റാരെങ്കിലും രണ്ടുപേരാണെങ്കിൽ ആ സീറ്റുകൾ ഇനി ഉറപ്പിച്ച് കോൺഗ്രസിനൊപ്പം നിർത്താം എന്നുള്ളത് എത്രത്തോളം ഏറെക്കുറെ ആശങ്കാജനകം തന്നെയാണ്. അങ്ങനെ ഉണ്ടാവണം എന്നില്ല. നിലവിലെ കണക്കുകളും അത്തരത്തിൽ തന്നെയാണ്. ഈ അമേഠിയിലെ അടക്കം കണക്കുകൾ പരിശോധിച്ചാൽ അമേഠിയിലെ ഭൂരിപക്ഷം സീറ്റുകൾ 5 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 3 നിയമസഭാ മണ്ഡലത്തിലും വിജയിച്ചിരിക്കുന്നത് BJP പ്രതിനിധികളാണുള്ളത്. 2 ഇടത്ത് മാത്രമാണ് SPയുടെ പ്രതിനിധികളുള്ളത്. കോൺഗ്രസിന് എവിടെയും പ്രതിനിധി ഇല്ല എന്നതുകൂടി ആലോചിക്കണം. റായ്ബറേലിയെ സംബന്ധിച്ചും ഒരു സീറ്റിൽ മാത്രമാണ് SPക്ക് ഭൂരിപക്ഷമുള്ളത്. ഇവിടെയെല്ലാം കോൺഗ്രസിനല്ല ഭൂരിപക്ഷം എന്നതുകൂടി ആലോചിക്കണം. പക്ഷേ കോൺഗ്രസിനല്ല ഭൂരിപക്ഷമെങ്കിൽ പോലും കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ്. സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഇപ്പോഴും ആ കുടുംബത്തോട് ആ നാടിനുണ്ടാകുന്ന പ്രത്യേക സ്നേഹവും മമതയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വിജയസാധ്യത വളരെ കൂടുതലാണ്. ആ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്നുള്ള ശക്തമായ സമ്മർദ്ദമാണ് ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മേലുള്ളത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ AICC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷേ AICC അധ്യക്ഷന് തീരുമാനം പ്രഖ്യാപിക്കണമെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ അന്തിമ തീരുമാനം അറിയേണ്ടതുണ്ട്. എന്തായാലും അത് ഇന്ന് അറിയാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് അറിഞ്ഞേ മതിയാവും. ഒന്നുകിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ ഇല്ല എന്നുള്ള തീരുമാനം, 2-1 തീരുമാനം ഇന്ന് ഉണ്ടായേ മതിയാവും. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം മാത്രമാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കോൺഗ്രസിന് മുന്നിലുള്ളത്. ശരി, ആ കിരൺ ബാബുവാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് അമേഠിയിലെയും റായ്ബറേലിയിലെയും കാര്യങ്ങൾ വിശദീകരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. അശ്ലീല വീഡിയോ വിവാദത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ഒരാഴ്ച സമയം തേടി JDSൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രജ്വൽ രേവണ്ണ. അതിനിടെ പ്രജ്വലിനെ തിരിച്ചെത്തിക്കാൻ നയതന്ത്ര ഇടപെടൽ തേടി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് JDS ഇത്തരത്തിൽ ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. ER രാഗേഷ് ആയിരുന്നു. രാഗേഷ്, ഈ എങ്ങനെയാണ് ജർമ്മനിയിൽ തുടരുന്ന പ്രജ്വൽ ഈ ഇന്ത്യയിലേക്ക് എത്തി ഇത്തരത്തിലുള്ള നടപടി നേരിടാൻ തയ്യാറാകുമെന്ന് കരുതാൻ കഴിയുമോ? അയൽതോ കർണാടകത്തിൽ 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. ഇതിൽ ആദ്യഘട്ടം കഴിഞ്ഞ മാസം ഏപ്രിൽ 26-ന് കേരളത്തിനൊപ്പം നടന്നിരുന്നു. ഹാസനിലെ അടക്കം വോട്ടെടുപ്പ് അന്ന് പൂർത്തിയാക്കുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് കടന്നത്. അതിനുശേഷം വലിയ വിവാദം സംസ്ഥാനത്ത് ഉടലെടുക്കുകയും ചെയ്തു. ഈ അശ്ലീല വീഡിയോകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രചരിപ്പിക്കപ്പെട്ടെങ്കിൽ പോലും അതിനുശേഷമാണ് നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് JDS കടക്കുകയും ചെയ്തത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് പ്രജ്വലിനും അച്ഛൻ രേവണ്ണയ്ക്കും ഇത്തരത്തിൽ നോട്ടീസ് നൽകിയത്. ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. 24 മണിക്കൂറിനുള്ളിൽ ഹാജരാകണമെന്നായിരുന്നു ഇരുവർക്കും നൽകിയ നിർദ്ദേശം. എന്നാൽ രണ്ടുപേരും ഹാജരായില്ല. ഇപ്പോൾ ഏതായാലും പ്രജ്വലിൻ്റെ അഭിഭാഷകനാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകും. ഒരാഴ്ച കൂടി സമയം വേണമെന്നൊരു ആവശ്യമാണ് പ്രജ്വലിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്താനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. കാരണം വലിയ വിവാദം കർണാടകത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. BJP അടക്കം വലിയ സമ്മർദ്ദം, JDSന്റെ സഖ്യകക്ഷിയാണ് BJP, വലിയ സമ്മർദ്ദം JDSന് മുന്നിൽ ചെലുത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടുള്ള നടപടിയിലേക്ക് JDS കടക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. അതായത് ജർമ്മനിയിലേക്ക് കടന്ന പ്രജ്വലിനെ മടക്കി കൊണ്ടുവരാൻ ഇടപെടൽ വേണം. നയതന്ത്ര തലത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് പ്രജ്വലിനെ മടക്കി കൊണ്ടുവരണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഏതായാലും സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദം ഈ വിഷയത്തിൽ ഉടലെടുത്തിരിക്കുകയാണ്. കാരണം 2ാം ഘട്ട വോട്ടെടുപ്പ് മെയ് 7-ാം തീയതിയാണ് കർണാടകത്തിൽ നടക്കുന്നത്. അതായത് ദേശീയ തലത്തിൽ 3ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് കർണാടകത്തിലെ 14 മണ്ഡലങ്ങളാണ്. അവിടെ ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി ഈ വിഷയം മാറിയിരിക്കുകയാണ്. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഹാജരാകും എന്ന ആവശ്യമാണ്, ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഏതായാലും അന്വേഷണ സംഘത്തിന് മുമ്പാകെ പ്രജ്വലിൻ്റെ അഭിഭാഷകൻ വെച്ചിരിക്കുന്നത്. എൽദോ. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. അമേരിക്കയിൽ അവിടെ വലിയൊരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അമേരിക്കയിൽ വിദ്യാർത്ഥികളാണ്, വിവിധ സർവകലാശാലകളിലെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. പലസ്തീൻ അനുകൂല സമരത്തെ തുടർന്ന് പല ക്യാമ്പസുകളിലും സംഘർഷാവസ്ഥയുമുണ്ട്. ലോസ് ആഞ്ചലസിൽ മുഖംമൂടി ധരിച്ച ഇസ്രായേൽ അനുകൂല സംഘം പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി ക്യാമ്പിനെ ആക്രമിച്ചു. പുറത്തു നിന്നുള്ളവർ കൊളംബിയ സമരത്തിൽ നുഴഞ്ഞു കയറിയെന്ന് ന്യൂയോർക്ക് മേയർ അറിയിക്കുന്നു. സംഭവത്തിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 300 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. കാലിഫോർണിയ, വിസ്കോൺസിൻ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളും പോലീസും ഏറ്റുമുട്ടുകയും ചെയ്തു. 1968 പൗരാവകാശ പ്രക്ഷോഭത്തിൻ്റെയും
വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെയും പ്രധാന സമര കേന്ദ്രമായിരുന്ന സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിൽ നിലയുറപ്പിച്ച പ്രതിഷേധക്കാരെ രണ്ടാം നിലയിലെ ജനാലയിൽ കൂടി അകത്ത് കയറിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. Following the attacks on protesters at Hinds Hall, the NYPD then removed our peaceful encampment on the lawn, destroying our belongings, tents, artwork, and the community where we have spent the last 13 days sharing meals, praying, and protesting for liberation. Many of us were left out in the cold for hours. In the rain, we had our hands tied with zip ties behind our backs, very tightly done. And I think that was intentional. It was many people asked to have them loosened. The police refused. Most of them refused. I saw incidents of people crying, breaking down because they couldn't stand the pain from the zip ties on their wrists. For over 7 hours, Zionist aggressors hurled gas canisters, sprayed pepper spray, and threw fireworks and bricks into our encampment. They broke our barriers repeatedly, clearly in an attempt to kill our community. Campus safety left within minutes. External security the university hired for backup watched, filmed, and laughed on the side as the immediate danger inflicted upon us escalated. Law enforcement simply stood at the edge of the lawn and refused to budge as we screamed for their help. സജിമോൻ ആന്റണി ഉണ്ട് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം. സജിമോൻ, നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. എന്നാലും ഈ അമേരിക്കയിലെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അത് പതിറ്റാണ്ടുകൾ ഇത്തരത്തിൽ ഭരണകൂടങ്ങളെ സ്തംഭിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും പല സംഭവങ്ങളിലായിട്ട്. അത് വീണ്ടും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം അത്തരത്തിൽ രൂപപ്പെട്ടു വരുന്നു. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? തീർച്ചയായും എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വാം ഗുഡ് മോർണിംഗ്. ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ഒക്ടോബർ 7, 2023 ഹമാസും ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങി ഇന്ന് ഏകദേശം 6 മാസത്തോളം ആകുമ്പോൾ ഏകദേശം 34,500 ആൾക്കാർ പാലസ്തീനിൽ മരിക്കുകയും 1,410 ആൾക്കാർ ഇസ്രായേൽ മരിക്കുകയും ചെയ്തു. ആദ്യം ലോകമാകമാനമുള്ള രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയും എല്ലാവരും ഉൾപ്പെടെ ഇസ്രായേലിന്റെ പുറകെ ഒറ്റക്കെട്ടായി നിന്നു. എന്നാൽ കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും മരണസംഖ്യ കുത്തനെ ഉയർന്നതോടുകൂടി, പ്രത്യേകിച്ചും പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി മരിച്ചതോടുകൂടി ആ ഒരു അഭിപ്രായത്തിന് മാറ്റം ഉണ്ടാവുകയും ചെയ്തു. എന്നാലും അമേരിക്ക ഈ ഒരു കാര്യത്തിൽ ശക്തമായി ഇസ്രായേലിന്റെ പുറകിലായിരുന്നു. കാരണം അമേരിക്കയുടെ ഒരു വലിയ പാർട്ട്ണറാണ്. ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും വാണിജ്യ മേഖലയിലാണെങ്കിലും പ്രതിരോധ മേഖലകളിലാണെങ്കിലും ഇസ്രായേലിനെ ഒഴിവാക്കാൻ മേലാത്തൊരു പാർട്ട്ണർ ആയിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ അത് സ്ലോലി ഇന്നിപ്പം അമേരിക്കയുടെ ഒരു തലവേദനയായിട്ട് അമേരിക്കയുടെ ലാൻഡിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞു കണക്ക് തന്നെ അമേരിക്കയിൽ ഇതിനു മുമ്പ് ഏകദേശം 4 വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് നടന്നത്. ഏറ്റവും മേജറായിട്ട് പറയുകയാണെങ്കിൽ 1964 അത് വിയറ്റ്നാം വാറിന് എതിരായിട്ടായിരുന്നു. പിന്നെ 1970 വിയറ്റ്നാം വാറിനോട് കൂടി ഫ്രീ സ്പീച്ചും കൂടി ആഡ് ചെയ്തു. അതൊരു വലിയൊരു പ്രക്ഷോഭമായിരുന്നു. പിന്നെ 1985 സൗത്ത് ആഫ്രിക്കയുടെ അപ്പാർത്തൈഡിന് എതിരെയുള്ള ഒരു സമരമായിരുന്നു. ഈ സമരങ്ങളൊക്കെ പൊട്ടിമുളച്ചതും അത് വ്യാപിച്ച ചില പ്രത്യേക ലോകത്തെ തന്നെ എണ്ണിപ്പറയാവുന്ന നമ്പർ ആദ്യത്തെ 2-3 യൂണിവേഴ്സിറ്റികളുടെ റാങ്കിൽ വരുന്ന ആ യൂണിവേഴ്സിറ്റികളായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയും UCLA യൂണിവേഴ്സിറ്റിയും ടെക്സസ് യൂണിവേഴ്സിറ്റിയും ഒക്കെ. അപ്പൊ നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഏകദേശം 35,000 തൊട്ട് 50,000 സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. അത് നമ്മുടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കേരളത്തിലൊക്കെ ഒരു കോളേജ് അല്ലെ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും ക്രൗഡ് കാണത്തില്ല. എന്നാൽ ഇവിടുത്തെ ഈ യൂണിവേഴ്സിറ്റികളിൽ അല്ലെ കോളേജുകളിൽ 30,000 മുതൽ, അതായത് ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏകദേശം 36,600 സ്റ്റുഡൻസ് ഉണ്ട്. UCLA 32,500 ഉണ്ട്. അതുപോലെ ടെക്സസ് യൂണിവേഴ്സിറ്റി 51,000 ഉണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഒരു സ്റ്റുഡൻസിന്റെ സംഖ്യയുള്ള ആനുപാതികമുള്ള യൂണിവേഴ്സിറ്റികളിലാണ് ആ ഒരു സമരം തുടങ്ങിയത്. എന്നാൽ ഇന്ന് 21 സ്റ്റേറ്റിലേക്ക് അത് പടർന്നിരിക്കുകയാണ്.
എന്ന് പറയുമ്പം അത് ക്രമാതീതമായ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ സമരം നടക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് അടിച്ചു നിരത്തുകയാണ് എന്ന് വിചാരിക്കരുത്. ഇവിടെ അവരുടെ ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ടിട്ട് ക്യാമ്പസുകളിൽ ടെന്റ് കെട്ടി ആ ടെന്റിൽ പാർക്കുകയും അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പാലസ്തീനെ അനുകൂലിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇതൊരു കുറ്റകൃത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമരം കുഴപ്പമില്ല, എന്നാൽ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഒക്യുപ്പൈ ചെയ്തിട്ട് അവിടെ ടെന്റ് കെട്ടിക്കുന്നത്, അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ പോലെ ഹാമിൽട്ടൺ ഇന്നലത്തെ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഹാമിൽട്ടൺ ഹാള് വളരെ വിശ്വപ്രഖ്യാപിതമായ ഒരു ഹാളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാളാണ്, വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഹാളാണ്. അപ്പോൾ അവിടെയൊക്കെ സ്റ്റുഡൻസ് ഓക്യുപ്പൈ ചെയ്യുക എന്നുള്ളത് അത് ലോയ്ക്ക് നിരന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഏകദേശം 100 കണക്കിന് പോലീസ് ഇന്നലെ 2ാം നിലയിലേക്ക് കയറി ഇവരെ എല്ലാം എന്താ പറയുക മാറ്റുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രി ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി എഡ്ജിലായിരുന്നെങ്കിൽ അതിനുശേഷം അത് UCLA കാലിഫോർണിയയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലായിരിക്കായിരുന്നു അത് ഏറ്റവും തീഷ്ണമായിട്ട് മാറിയത്. ഏകദേശം 300-ലധികം സ്റ്റുഡൻസിനെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു മജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനെ അവർ അറസ്റ്റ് ചെയ്യാതെ തന്നെ മറ്റു ഏരിയയിലേക്ക് മാറ്റിവിട്ടുകയായിരുന്നു, അല്ലെങ്കിൽ തള്ളി മാറ്റുകയായിരുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ 2 പക്ഷവും, അതായത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പക്ഷങ്ങളും പാലസ്തീനെ അനുകൂലിക്കുന്ന പക്ഷവും തമ്മിൽ ഇച്ചിരി ഉന്തുന്നള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ആളപായമില്ല. എന്നാൽ ഇത് തരുന്ന ഒരു മെസ്സേജ് ലോക ജനതയ്ക്ക് അല്ലെങ്കിൽ യുവ ജനതയ്ക്ക് തരുന്ന ഒരു മെസ്സേജ് വളരെയധികം സ്ട്രോങ് ആണ്. പാലസ്തീന്റെ റിയാക്ഷനും ഇസ്രായേലിന്റെ റിയാക്ഷനും ഇതോടൊപ്പം അമേരിക്കൻ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ഇസ്രായേൽ പറയുന്ന സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ സ്റ്റുഡന്റിനെയും ടെർമിനേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ് അമേരിക്കൻ ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പാലസ്തീൻ ഗവൺമെന്റ് ഈ വിദ്യാർത്ഥികളെ വളരെയധികം ഹർഷാരവത്തോടുകൂടി അവരുടെ ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സജിമോൻ, ഈ കഫ്യ സ്കാർഫൊക്കെ ധരിച്ച് അവിടെ വിദ്യാർത്ഥികൾ ഇങ്ങനെ വലിയൊരു പ്രക്ഷോഭം നടത്തുന്നു. വൈറ്റ് ഹൗസിൻ്റെ എന്തെങ്കിലും ഒരു പ്രതികരണമോ നിലപാടോ ഉണ്ടായിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? കഴിഞ്ഞ ദിവസം ഈ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിടയിൽ വളരെ രസകരമായിട്ടുള്ള കാഴ്ച എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്, ഈ പ്രക്ഷോഭങ്ങളെയും ഈ തുടർന്നുണ്ടായ അറസ്റ്റിനെയും ഒക്കെ. വൈറ്റ് ഹൗസ് എങ്ങനെയാണ് ഇതിലൊരു നിലപാടെടുക്കുന്നത്? ഇവിടുത്തെ സ്പീക്കർ ജോൺസൺ കൊളംബിയ യൂണിവേഴ്സിറ്റി സന്ദർശിക്കാൻ ഇടയായി മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ്. എന്നാൽ അദ്ദേഹത്തിന് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. മീൻസ് അദ്ദേഹത്തെ കോമ്പൗണ്ടിനകത്ത് കയറാൻ പിള്ളേര് സമ്മതിച്ചില്ല. അപ്പൊ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സ്ട്രോങ് മെസ്സേജ് ആണ് സ്റ്റുഡൻസിന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ യൂണിവേഴ്സിറ്റി സ്വീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസ് സോഫാർ ഇതൊരു വലിയ തലവേദനയായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാൽ ഈ വരും ദിവസങ്ങളിൽ ബൈഡൻ ഗവൺമെന്റിന് ഇതിനെ പ്രത്യക്ഷമായിട്ട് ഇതിനകത്ത് ഇടപെടാതിരിക്കാൻ വേറൊരു നിർവാഹവുമില്ല. കാരണം ഈ ഒരു പ്രക്ഷോഭം കൈവിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു മാറ്റത്തിനായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെയും ഇലക്ഷൻ ഇയർ ആണ്, ഇന്ത്യയിലെ ഇലക്ഷൻ ഇയർ ആണ്, ഇപ്പൊ ഇലക്ഷൻ സമയമാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതയുണ്ട്. ഇവിടെ നവംബറിൽ ഇലക്ഷനാണ്, അതിന്റെ പ്രൈമറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപും ബൈഡനും ഇപ്പം ഏറ്റുമുട്ടുന്ന ഒരു സമയമാണ് ഇപ്പം. അപ്പൊ ഈ സമയങ്ങളിൽ സ്റ്റുഡൻസിനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് ഇതിനെ ഒരു കൺട്രോൾ ആക്കിയില്ല എങ്കിൽ അതിന്റെ ഡയറക്റ്റ് ബ്ലെയിം ബൈഡൻ ഗവൺമെന്റ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ പരോക്ഷമായിട്ട് ഇസ്രായേലിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് ബൈഡന് പറ്റത്തുമില്ല. കാരണം ഏത് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാലും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ കൈവിടാൻ പറ്റത്തില്ല. അതേ സമയം തന്നെ ഇത് ബൈഡൻ ഗവൺമെന്റ് ഇസ്രായേലിന്റെ നേതാക്കളുമായിട്ട് നേരത്തെ പ്രൈം മിനിസ്റ്ററൊക്കെ ആയിട്ട് പല സംസ്ഥാനങ്ങളിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. യുദ്ധം ഈ പറഞ്ഞ വിരാമം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തേത് ഇസ്രായേലിൽ ഒന്നുകൂടെ കെയർഫുൾ ആകണം, മറ്റു കാര്യങ്ങൾ ബോംബുകളും മറ്റു കാര്യങ്ങളൊക്കെ ആക്രമിക്കും വന്നു കഴിയുമ്പോഴത്തേക്കും നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ജീവഹാനികൾ കുറയ്ക്കുന്ന രീതിയിൽ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നത്, സ്ത്രീകൾ മരിക്കുന്നത് ആരും ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പം ആരാണ് തുടങ്ങിയത്? ഇത് നമ്മൾ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹമാസ് പോയി ചൊറിഞ്ഞു, മാന്തി, ഇസ്രായേൽ കരണത്തിലടിച്ചു, ഓടി നടന്നടിച്ചു. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇത്രയും മരണം നടന്നത്. അപ്പൊ ഇനി എവിടെയാണ് നിർത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട് 5 മാസം മുമ്പ് ഇതുപോലെ ഒരു ന്യൂസ് എയ്റ്റീനോട് സംസാരിച്ച സമയത്ത് സാധാരണ ഒരു ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരാളെ ഇസ്രായേലിൽ കൊന്നിട്ടുണ്ടെങ്കിൽ അവർ പോയി തിരിച്ച് 28 പേരെ കൊല്ലും. ആ റേഷ്യോ ആണ് അവർ സാധാരണ കീപ്പ് ചെയ്യാറുള്ളത് നമ്മൾ ഇതിനെ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അത് പറയുമ്പോൾ ഇപ്പം 34,500 പേര് ആ സൈഡിൽ മരിച്ചു, അങ്ങേ സൈഡിൽ മരിച്ചു. അപ്പൊ ഇസ്രായേലിന്റെ 1420 പേരും മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിർത്തേണ്ട സമയം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയി. മേ ബി ഈ സ്റ്റുഡൻസിന്റെ ഈ പ്രക്ഷോഭം വേറൊരു നല്ല ദിശയിലായിരിക്കും പോകുന്നത്. മേ ബി ഒരു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് ഇന്റൻസ് പ്രഷറിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതാണ് ഇവിടെ നിന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി പ്രത്യേകിച്ച് നോട്ട് ചെയ്യാനുള്ളത്, ഈ 30,000, 50,000 അല്ലെ 40,000 ഒക്കെ സ്റ്റുഡന്റ് സ്ട്രെങ്ത് ഉള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ പോലും ആയിരക്കണക്കിന് ആൾക്കാർ സ്റ്റുഡൻസ് ഇതിനകത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നില്ല. ഏകദേശം 400, 500, 600 അങ്ങനെയുള്ള കണക്കിലുള്ള സ്റ്റുഡൻസ് ആണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മേ ബി ഒരു റീസൺ അക്കാഡമിക് ഇയർ അമേരിക്കയിൽ ഇപ്പം മിക്കവാറുള്ള യൂണിവേഴ്സിറ്റിയിൽ മെയ് 1st വീക്ക് അല്ലെ 2nd വീക്ക് കൊണ്ടുകൂടി തീരുകയാണ്. അപ്പം ഇപ്പം പല അസൈൻമെന്റും കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ അവരുടെ എക്സാം നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റിക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ പോലും ഈ 200, 300, 500 സംഖ്യയിലുള്ള സ്റ്റുഡൻസ് നല്ലൊരു വേവ് ആണ് അമേരിക്കയിലുടനീളം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അതുകൊണ്ട് മാത്രമാണ് 21 സ്റ്റേറ്റിലേക്ക് ഇത് പടർന്നത്. അതുകൊണ്ട് മാത്രമാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി അല്ലെ ഹാർവേർഡ് യൂണിവേഴ്സിറ്റി അല്ലെ ടെക്സസ് യൂണിവേഴ്സിറ്റി അല്ലെ UCLA എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പൊ അവിടെയൊക്കെ ഈ കോളേജ് തല്ലിപ്പടിക്കണം എന്നുള്ള ചിന്താഗതിയിൽ പോകുന്ന സ്റ്റുഡൻസ് പോവാറില്ല, കിട്ടാറുമില്ല. അവർക്ക് ആ കോമ്പൗണ്ടിൽ പോലും കയറാൻ പറ്റത്തില്ല. അതൊക്കെ ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കുന്നത്. അവരാണ് ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ആണ് എടുത്തു പറയേണ്ട വേറൊരു വസ്തുത. ഓക്കെ സജിമോൻ, ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സുരക്ഷ അത് അപകടത്തിലാണ് എന്നാണല്ലോ വ്യക്തമാക്കിയത്. കാരണം അന്ന് $9,500 കോടി സഹായം പ്രഖ്യാപിച്ചു. $1,500 കോടി ആയുധ സഹായം നൽകാനും ആ ബില്ലിൽ വ്യവസ്ഥ. അപ്പോൾ ഒരു തരത്തിലും അമേരിക്ക ഇസ്രായേലിനെ വിട്ടൊരു കളിയില്ല എന്നുള്ള നിലപാട് വ്യക്തമാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും മറുവശത്ത് അമേരിക്കയിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടക്കുന്ന സാഹചര്യം, ഈ വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ അതിലൊരു അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുക എന്നുള്ളത് വൈറ്റ് ഹൗസിന് മുന്നിൽ ഒരു കീറാമുട്ടയും മാറില്ലേ? വൈറ്റ് ഹൗസ് അത് കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കേണ്ട സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ വരുന്നത്? തീർച്ചയായും എനിക്ക് തോന്നുന്നത് വൈറ്റ് ഹൗസ് ഇതൊരു 2 ലെയർ അപ്രോച്ചിലാണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ മാസം തന്നെ ഒരു ഇന്റൻസ് പ്രഷർ ഉണ്ടായിരുന്നു. ഇത്രയധികം മരണങ്ങൾ പാലസ്തീനിൽ ഉണ്ടായപ്പോൾ തന്നെ വലിയൊരു പ്രഷർ ഉണ്ടായിരുന്നു വൈറ്റ് ഹൗസിൽ. ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ അവിടെ ഭക്ഷണവും മറ്റ് മരുന്നും വെള്ളവും മറ്റ് സാമഗ്രികളും അവിടെ എത്തിക്കണം എന്നുള്ള രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഈജിപ്ഷ്യന്റെ ഭാഗത്തുനിന്നും വളരെയധികം റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനൊരു മറുമരുന്ന് എന്നുള്ള രീതിയിൽ വൈറ്റ് ഹൗസ് ഇവിടെ പെന്റഗണെ ഏൽപ്പിക്കുവാണ് ഒരു ദൗത്യം. ഗാസയുടെ ഒരു പ്രത്യേക പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് 2 മാസത്തിനകം അമേരിക്ക ഡയറക്റ്റ് സാമഗ്രികൾ എത്തിക്കുക എന്നുള്ളൊരു പോളിസിയിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ആ പോർട്ടിന്റെ ഒരു ടെമ്പററി പോർട്ടിന്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സമയത്ത്. അപ്പൊ അതിന്റെ അർത്ഥം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ജനതകളുടെ മുന്നിൽ അമേരിക്കയ്ക്ക് ഒരു വികാരം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അവർക്ക് അത്രയും കഷ്ടപ്പെടുത്തരുത്, അവർക്ക് അമേരിക്ക എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു നല്ല മനസ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദൃഢമായ ഒരു തീരുമാനം എടുത്ത് വൈറ്റ് ഹൗസ് അതിലേക്ക് മുന്നേക്ക് പോവുകയും 2 മാസം കൊണ്ട് ആ ഒരു ടെമ്പററി പോർട്ട് അവിടെ ഉണ്ടാക്കി ഈ പറഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ്, ഫുഡ്, വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ എനർജി സപ്ലൈസ്, മരുന്നുകൾ, അത്യാവശ്യമായ സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുക്കുക ഗാസയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്നുള്ളത് ഒരു സൈഡിൽ. അറ്റ് ദ സെയിം ടൈമിൽ US ഗവൺമെന്റിൽ ഇവിടെ സെനറ്റിലും കോൺഗ്രസിലും വലിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇസ്രായേലിന് സഹായം കൊടുക്കാം എന്നാൽ യുക്രൈന് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഡെമോക്രാറ്റും റിപ്പബ്ലിക്കൻസുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫൈറ്റിനകത്ത് വളരെ സ്മാർട്ടായിട്ട് വൈറ്റ് ഹൗസിന് ഒരു മൂവ്മെന്റ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം $90 ബില്യൺ ഹെൽപ്പ് യുക്രൈന് അത് സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് 2-3 മാസമായിട്ട് കിടക്കുകയായിരുന്നു. യുക്രൈന്റെ മേലിൽ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ റിസോഴ്സ് വന്നില്ലെങ്കിൽ റഷ്യയുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളത്. അപ്പോൾ റിപ്പബ്ലിക്കന്റെ ചില വളരെ കട്ടറായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ചില ആൾക്കാർ, റൈറ്റ് വിങ്ങിലുള്ള ആൾക്കാർ അതിനെ എതിർക്കുകയായിരുന്നു. അതേസമയം ഇസ്രായേലിന് അൺഇക്വലി സപ്പോർട്ടും അൺലിമിറ്റഡ് സപ്ലൈസും കൊടുക്കണമെന്നുള്ള താല്പര്യവും ഉണ്ടായിരുന്നു. 2 പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ബില്ല് 2 മാസത്തിലേക്ക് പെൻഡിങ് വന്നു. എന്നാൽ വൈറ്റ് ഹൗസ് വളരെ സ്മാർട്ട്ലി അത് സെനറ്റിലും കോൺഗ്രസിലും നാവിഗേറ്റ് ചെയ്ത് ആ ബില്ല് പാസ്സാക്കി. അതുകൊണ്ട് തന്നെ $26 ബില്യൺ ഹെൽപ്പാണ്, ഡയറക്റ്റ് ഹെൽപ്പാണ് ഇസ്രായേലിന് അവരുടെ പ്രതിരോധത്തിന് വേണ്ടി കൊടുത്തത്. ഇത് ഒരു കാരണമാണ് ഇപ്പൊ ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു ടോപ്പിക്കിനകത്ത് വളരെയധികം ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ വന്നപ്പം അതിനെ ട്രിഗർ ചെയ്ത ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഈ $26 ബില്യൺ സപ്പോർട്ടാണ്. ഒന്ന് ശ്രീ സജു ആന്റണി, ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ഈ സമയം ഇത്രയും വിശദമായി കാര്യങ്ങൾ വിശദീകരിച്ചതിന്. സമയക്കുറവുകൊണ്ടാണ് ഇടപെട്ടത്, വെരി സോറി. എനിവേ താങ്ക് യു സോ മച്ച് ശ്രീ സജു ആന്റണി, ന്യൂയോർക്കിൽ നിന്നും നമ്മോടൊപ്പം തത്സമയം ചേർന്നതിന്. എന്തായാലും മോർണിംഗ് വൈബ്സിന് സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാഴ്ചകളും വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. മുമ്പോട്ട് പോകാൻ